തെളിയിച്ചിട്ടുണ്ട്. കർഷകന് വന്ന സാധാരണക്കാരന് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കർഷകൻ സ്നേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഭാര്യ മനസ്സിലാമനസ്സോടെ പോയി സ്നേഹത്തിൽ വിളിച്ചിട്ടുണ്ട്. കൂടെ സമാധാനത്തിലാണ് കൃഷ്ണശ്വരം ഓടിക്കഴിഞ്ഞു. ധനം ആലോചിച്ചു. ഇവര് മൂന്നാളെ പോയപ്പോൾ ഞാൻ നാട്ടിലിരുന്ന് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ധനവും ഒത്തുകേറി. കർഷകൻ വലിയ പണക്കാരനായി സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ എന്ത് മനസ്സിലാക്കണം? സ്നേഹം എവിടെയുണ്ടോ അവിടെ സമാധാനവും ഐശ്വര്യവും ധനം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. നന്ദി, നമസ്കാരം.